Tips or Happy Life and the YouTube channel like Ella Kutuarkum Swagadam. In the Namalundaka pink lime juice. This is a colorful lime juice. That's the ingredients and the can varayam. നമ്മൾ സാധാരണ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ഇതിനകത്ത്. എന്നാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ആണിത്. നമ്മൾ ബീറ്റ്റൂട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. അത് തണുത്തതാണ് ഈ ഇരിക്കുന്നത്. പിന്നെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ആണെങ്കിൽ ഒരു നാരങ്ങ, അതിപ്പോൾ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ പിങ്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ സാധാരണ പോലെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ബീറ്റ്റൂട്ട് വേവിക്കാതെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം, അതിനുശേഷവും ആഡ് ചെയ്യാം. നമുക്ക് വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ട് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു കഷ്ണം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു കളറും വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഒരല്പം വെള്ളം ചേർത്താൽ നമ്മൾ സ്കോഷൊക്കെ ആഡ് ചെയ്യുന്ന പോലെ ചേർത്താലും മതിയാകും. പക്ഷേ സ്കിന്നിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ബീറ്റ്റൂട്ട് മാത്രമല്ല നാരങ്ങയും. അപ്പോൾ ഒരല്പം കൂടുതൽ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ ആ കളർ മാത്രം കിട്ടിയാൽ മതി, അല്ലാതെ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു കുത്തൽ ടേസ്റ്റ് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരല്പം ഒഴിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് മനസ്സിലാകും. ക്ഷീണിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു എനർജി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണ് നമ്മുടെ ഈ ലൈം ജ്യൂസ്. നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല ദാഹവും അതുപോലെ ക്ഷീണവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ള ഹോം മെയ്ഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തണുത്തത് പെട്ടെന്ന് കുടിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ചൂടൊന്ന് മാറിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറിൽ വലിയൊരു വേരിയേഷൻ വരുമ്പോൾ ജലദോഷമോ അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. അപ്പോൾ ആ പേജ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.